കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനവിധി സുരക്ഷിതമായി കൊല്ലം സെൻ്റ് അലോഷ്യസ് സ്കൂളിലെ നിലവറയിൽ പുലർച്ചെ 6 മണിയോടെയാണ് പുനലൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ കനത്ത സുരക്ഷയിൽ 3 കണ്ടെയ്നറുകളിലായി കൊല്ലത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുനലൂർ നിയോജക മണ്ഡലത്തിൽ 196 പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിൽ ഏറെയായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും ഇനി വിശ്രമമാണ്. ജൂൺ 4-നാണ് ഫലമറിയുന്നത്. ജില്ല വിധിയെഴുതിയതോടെ ഇനി കൂട്ടിയും കിഴിച്ചും സ്ഥാനാർത്ഥിമാരും പ്രവർത്തകരും ഒരു മാസം കാത്തിരിക്കണം. പ്രത്യേകം നിയോഗിച്ച പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ കൊല്ലത്തേക്ക് മാറ്റിയത്. തെരഞ്ഞെടുപ്പ് ദിനമായ വെള്ളിയാഴ്ച രാത്രി 7:40ഓടെയാണ് വിവിധ ബൂത്തുകളിൽ നിന്നുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണ കേന്ദ്രമായ പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചത്. കിഴക്കൻ മേഖലയിലെയും ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലും ബൂത്തുകളുള്ള പുനലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടിംഗ് സാമഗ്രികളും വോട്ട് രേഖപ്പെടുത്തിയ മെഷീനുമടക്കം തിരികെ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തുവാൻ രാത്രി ഏറെയും വൈകിയിരുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥരെ കാത്ത് പുലർച്ചെ വരെ വാഹനങ്ങളുടെ നീണ്ട നിര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ദൃശ്യമായിരുന്നു. തുടർന്ന് 196 ബൂത്തുകളിലെയും പോളിംഗ് യന്ത്രങ്ങളും വിവിപാറ്റ് മെഷീനുകളും കൺട്രോൾ പാനലുകളും പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ച രേഖകൾ കൈമാറിയ ശേഷമാണ് കൊല്ലത്തേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. വളരെ സുരക്ഷിതമായ കണ്ടെയ്നറുകളിലായിട്ടാണ് കൊല്ലത്തേക്ക് മാറ്റിയത്. കൊല്ലം സെൻറ്റ് അലോഷ്യസ് സ്കൂളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം ജില്ലാ കളക്ടറുടെയും പൊതുനിരീക്ഷകന്റെയും സാന്നിധ്യത്തിൽ സുരക്ഷ ഉറപ്പാക്കി സീൽ ചെയ്തു. കേന്ദ്രസേനയുടെയും പോലീസ് സേനയുടെയും കനത്ത സുരക്ഷയിലാണ് ഇനിയുള്ള ഒരു മാസക്കാലം ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.